ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ രാവിലെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ നേരൊക്കെ വെളുത്ത് നല്ല വെളിച്ചം വന്നിട്ടോ. ഞങ്ങളവിടെ പിന്നെ പൊതുവേ നേരം വെളുത്ത് വരികയാണെങ്കിൽ തന്നെ നല്ല വെളിച്ചം ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിവിടെ മരം അങ്ങനെ കുറവാട്ടോ. ആദ്യമൊക്കെ നല്ല ഇരുട്ടായിരുന്നു. ഈ ഭാഗത്തേക്ക് എപ്പോൾ വന്നാലും ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് കളഞ്ഞതുകൊണ്ട് ഇപ്പോൾ നല്ല വെളിച്ചാട്ടോ. എപ്പോഴും നല്ല വെളിച്ചമാണ്. അപ്പോൾ നേരം വെളുത്തിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല, പക്ഷെ നല്ല വെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ വെളിച്ചം കണ്ടിട്ടൊന്നും നമ്മൾ ഡ്രസ്സോ അലക്കിയ തുണികളൊന്നും പുറത്തേക്ക് ഇടാനൊന്നും പറ്റില്ല കേട്ടോ. അതിനുള്ള വെളിച്ചവും വെയിലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കാലാവസ്ഥ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് മാത്രം. മഴ ആയാൽ പിന്നെ നമുക്ക് പൊതുവെ പുറത്തേക്ക് ഇറങ്ങാനും തോന്നില്ലല്ലോ. ഇത് പിന്നെ മഴ ഇല്ലേനും എന്നാൽ വെയിൽ നന്നായിട്ടില്ലേനും അങ്ങനെ ഇടയിലുള്ളൊരു കാലാവസ്ഥ കേട്ടോ. അങ്ങനെ ഇപ്പോൾ സാധാരണയായിട്ട് 4 മണി സമയങ്ങളിലാണ് മഴ അല്ലേ. അപ്പോൾ ഇതാ ഞാൻ എണീറ്റ് പോകുന്ന പാടെ എൻ്റെ സുന്ദരി കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. അവൾ പിന്നെ ഞാൻ എണീക്കണ കൂടെ അവൾ എൻ്റെ കൂടെ എണീറ്റ് പോരും. അതെപ്പോഴായാലും അവൾ എണീക്കും. അപ്പം ഞാനിതാ മക്കളൊക്കെ എണീറ്റ് വരുമ്പോഴേക്ക് എന്തായാലും രാവിലേക്കുള്ള കടിയൊക്കെ തയ്യാറാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പം ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പം ഇന്ന് എന്തായാലും ദോശയും കടലക്കറി ആക്കാമെന്ന് വെച്ചിട്ടു. അപ്പോൾ ദോശയും അങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇനിയിപ്പോൾ ഗോതമ്പ് ദോശയാണെന്നുണ്ടെങ്കിലും പച്ചരി കൊണ്ടുള്ള ദോശയാണെന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ നല്ലോണം കഴിക്കും കേട്ടോ. ഗോതമ്പ് ദോശയാണെങ്കിലും കഴിക്കും, മറ്റേ പച്ചരി കൊണ്ടുള്ള ദോശയാണെങ്കിലും അവർ കഴിക്കും കേട്ടോ, നന്നായിട്ട് കഴിക്കും. അപ്പോൾ മോള് നേരത്തെ എണീറ്റത് കൊണ്ട് അവൾക്ക് കുറുക്കാൻ നേരത്ത് കൊടുത്തിട്ട് കാര്യമില്ല, അവൾ കഴിക്കൂല കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് വൈകിട്ട് കുറുക്ക് കൊടുക്കണേ നല്ലത്. അപ്പോൾ എന്തായാലും ഒരു പഴം പുഴുങ്ങിയിട്ട് അതിങ്ങനെ കൊടുക്കുക കേട്ടോ അവൾക്ക്. അപ്പോൾ നന്നായിട്ട് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ എന്നെ നോക്കി അങ്ങനെ ചിരിക്കുക കേട്ടോ. അപ്പോൾ പഴമാകുമ്പോൾ കുറച്ച് പള്ളക്കൊരു കനം ഉണ്ടാവുമല്ലോ രാവിലെ തന്നെ. ആ സമയത്ത് കുറുക്ക് കൊടുത്ത് അവൾ കഴിക്കൂല കേട്ടോ. അപ്പോഴേക്ക് ഇതാ മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾക്ക് ചായ കൊടുക്കട്ടെ. മക്കൾ ചായ കുടിക്കാൻ കുറച്ച് മടിയാണ്, പക്ഷെ ദോശയും കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ മടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ രണ്ടാൾക്കും ചായ അങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അവരങ്ങനെ ചായ കുടിക്കുക കേട്ടോ. അപ്പം ഇനി മക്കൾക്ക് രണ്ടാൾക്കും ചായ കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ചായ കുടിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള കടിയാകുമ്പോൾ അവരങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അവരെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ അരിമാവ് കൊണ്ടുള്ള ദോശനേക്കാളും ഭയങ്കര ടേസ്റ്റാട്ടോ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ദോശ. കാരണം ഭയങ്കര സോഫ്റ്റും ആക്കാരം, കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാട്ടോ. അതിലേക്ക് എന്തെങ്കിലും നല്ല കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നു കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടു. രാവിലെ ആ പണികൾ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോ തിരക്കിടെ അതങ്ങനെ വിട്ടു പോകും. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് ശരിയാക്കി വെച്ചാൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ വേഗം അടുക്കി സെറ്റാക്കി വെച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ചധികം തുണികളുണ്ടായിരുന്നു കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ടിട്ടോ. അപ്പോൾ നമ്മളുടെ പണി തീരുന്ന സമയം കൊണ്ട് അതിൻ്റെ പണി അതും എടുത്തോളൂല്ലോ. അപ്പോൾ അങ്ങനെ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കണ എന്താണെന്ന് വിചാരിച്ചാൽ ഇത് ഞങ്ങളെ പ്ലാവാട്ടോ. ഞങ്ങളിപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളം ആയിട്ടോ. ഈ 1-ാം കൊല്ലം കായ്ക്കുന്നോ 2-ാം വർഷം കായ്ക്കുമോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചതാട്ടോ. പക്ഷെ ഇപ്പോൾ 3 വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏകദേശം 3 വർഷമൊക്കെ കഴിയാറായി. പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല കേട്ടോ. അത്യാവശ്യത്തിനുള്ള വണ്ണമൊക്കെ ഉണ്ട് കേട്ടോ മരം, പക്ഷെ കായ്ക്കണില്ല, എന്താണെന്നറിയില്ല കേട്ടോ. ചിലതങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ കായ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകുമായിരിക്കും. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരമൊക്കെ പുറത്തങ്ങനെ നിന്നിട്ട് പിന്നെ മീൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട്. അപ്പോൾ മത്തിയാണ്, നല്ല മത്തി കേട്ടോ. നല്ല അത്യാവശ്യം നമ്മൾ സാധാ വാങ്ങണ മത്തിനേക്കാളും ഒന്നുകൂടി നല്ല വലിപ്പമുള്ള മത്തി കേട്ടോ. നല്ല പനഞ്ഞിലും ഉണ്ട്, നല്ല മീൻ കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്.
നല്ല ടേസ്റ്റുള്ള മീനാണ്, വലിയ കുഴപ്പമില്ല, കൂടുതൽ കേടൊന്നും വന്നിട്ടില്ല. അത് നമ്മൾ നേരിട്ട് ടൗണിൽ നിന്ന് അവിടെ ഇങ്ങനെ ഗൂഡ്സിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്, അങ്ങനെ അവരുടേക്കൊന്ന് വാങ്ങണേ കേട്ടോ. വലിയ കേടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം നല്ല മീൻ തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടി വെച്ചിട്ട് എന്തായാലും ഒന്ന് പൊരിക്കാൻ വിചാരിച്ചു കേട്ടോ. ഇവിടെ അങ്ങനെ കറിനേക്കായും കൂടുതൽ ഇവർക്കൊക്കെ പൊരിക്കണം കേട്ടോ. പക്ഷെ എനിക്ക് പൊരിക്കണക്കായും ഇഷ്ടം ഒന്നും കൂടി കറിയൊക്കെ വെച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ. രണ്ടും ഇഷ്ടമാണ്, കറി വെച്ച് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇവർക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം എങ്ങനെയായാലും ഞാൻ എന്തായാലും പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തൊലിക്കുക കേട്ടോ. അപ്പം ഞാൻ അവിടെ കസേരയിലിരുന്ന് തൊലിക്കുമ്പോൾ അവളിങ്ങനെ കുറുമ്പ് കാണിക്കുക. അപ്പോൾ എന്തായാലും അവളെ അടുത്തേക്ക് ഇരുന്നിട്ട് തന്നെ തൊലിക്കാൻ വിചാരിച്ചിട്ടു. അപ്പം എന്നെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ അവൾ കുറുമ്പൊന്നും ഇല്ലാതെ അങ്ങനെ അടങ്ങിയിരിക്കുകയും ചെയ്യും. വാക്കറിലാകുമ്പോൾ പിന്നെ അവൾക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അവളങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട്, ഞാൻ ഉള്ളി തൊലിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അത് മസാല തിരുമ്പി വെച്ചാൽ പിന്നെ മീനുമൊക്കെയുള്ള പണി കഴിഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനെ പണിയൊക്കെ പെട്ടെന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി തൊലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ മസാല തിരുമ്പി അവിടെ റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ ഇനി എന്തായാലും അത് പൊരിച്ചും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നാൽ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തിരക്കിപ്പെട്ടാൽ പിന്നെ അത് വിട്ടുപോകും. അപ്പോൾ എന്തായാലും മസാല തിരുമ്പിയിട്ട് അതൊന്ന് പൊരിച്ച് വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊരിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ മത്തിയാവുമ്പോൾ നമുക്ക് പൊരിച്ചാൽ തന്നെ വെറുതെ തന്നെ കഴിക്കാം. ഞാൻ പൊതുവെ മീൻ വെറുതെ തന്നെ കഴിക്കും കേട്ടോ, പൊരിച്ചാലൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചോറ് ഉണ്ടായിരുന്നു കേട്ടോ, റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് ഊറ്റി കേട്ടോ, അത് ഊറ്റി വെക്കുക കേട്ടോ. അങ്ങനെ ഞാൻ തിരുമ്പിയ തുണികളൊക്കെ ഒന്ന് അയലിലിടാൻ വിചാരിച്ചു കേട്ടോ. കാരണം നല്ല വെയിലുണ്ടല്ലോ, ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് വെയിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തുണികളൊക്കെ വേഗം വിരിച്ചിടാൻ വിചാരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് കരം മങ്ങുക. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ മെഷീനിൽ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടാവും, തരി പോലും വെള്ളം ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് കാറ്റ് തട്ടിയാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഉള്ളിലിട്ട് ഉണക്കണക്കായി എന്തുകൊണ്ടും നല്ലതല്ലേ വെയിൽ കൊണ്ട് ഉണങ്ങണത്. അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇടാൻ വിചാരിച്ചിട്ടോ. എന്നിട്ട് ഞാൻ മക്കളവിടെ ഇരിക്കും കേട്ടോ അവർ. അപ്പം ഞാൻ അവരോട് പറയും മഴ ചാറുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേന്ന് പറയും. ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയൂല. ചിലപ്പോൾ മഴ പകുതി കൊണ്ടിട്ട് ആ കാരം പോയി എടുക്കുക, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാകുന്നു കേട്ടോ തുണികൾ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും മെഷീനിലാവുമ്പോൾ തിരുമ്പിയാലും മുതലാവില്ല. അപ്പോൾ ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ അലക്കൽ. അപ്പോൾ എന്തായാലും ഡ്രസ്സുകളൊക്കെ ഒന്ന് അലക്കി അതൊക്കെ ഒന്ന് വെയിലത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് വെയിലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്ത് കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ കാടാട്ടോ, കുറച്ച് പുല്ലാണ്. അപ്പോൾ ഇവിടേക്ക് ഇങ്ങോട്ട് കുറച്ച് തുണികൾ ഇടാൻ വേണ്ടിയിട്ട് ഈ അറ്റത്തേക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. അവിടെ ഡ്രസ്സ് കാരണം ഈ മഴയല്ലേ, അപ്പോൾ പുഴു ഉണ്ടാവും. അപ്പോൾ അത് അരിച്ച് കയറുമോയെന്ന് എനിക്കൊരു പേടി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇനി അയലിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവിടേക്ക് ഇടാൻ വേണ്ടിയിട്ടാട്ടോ പോണത്. അപ്പോൾ എന്തായാലും തുണികളൊക്കെ തോരൽ ഏകദേശം കഴിയാറായിട്ടോ. അപ്പോൾ മക്കളെ 3 ഇവിടെ ഹോളിലാക്കിയിട്ടാട്ടോ പോന്നിക്കണേ. ചിലപ്പോൾ രണ്ടാളും അടി കൂടും, അല്ലെങ്കിൽ ഭയങ്കര സ്നേഹക്കാരം. മോളും കൂടെ ആകുമ്പോൾ ഇപ്പം അങ്ങനെ അടിപിടി അങ്ങനെ വല്ലാതെ അവിടെ വികൃതി കാണിക്കാറില്ല കേട്ടോ. നന്നായിട്ട് ഇഷ്ടത്തോടെ കളിച്ചോളും. അപ്പോൾ ഞാൻ മക്കളുടെ ഡ്രസ്സ് അയലിൽ ഇടാറില്ല കേട്ടോ. ഇവിടെ മതിലിൽ നേരിട്ട് വെയിൽ നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഈ മതിലിൽ തന്നെ കേട്ടോ മക്കളുടെ ഡ്രസ്സുകളൊക്കെ ഇടാറ്. കാരണം എന്താ വെച്ചാൽ വെയിൽ നന്നായിട്ട് തട്ടുന്നതുകൊണ്ട് പരന്ന് തട്ടുകയില്ല, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതേപോലെ തന്നെയാണ് മഴയും, പരന്ന് തട്ടുകയും ചെയ്യും, പെട്ടെന്ന് നനയുകയും ചെയ്യും. രണ്ടും ഉണ്ട്, നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് വെയിൽ തട്ടിയാൽ മതി, അത്രേ ഉള്ളൂ ഇപ്പോൾ സമയം വേണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത് അവിടെ വിരിച്ചിടാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ കുട്ടികളുടെയൊക്കെ കുറച്ചധികം ഡ്രസ്സുകൾ ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ മോളുടെയും കൂടി ആയപ്പോൾ ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എത്ര അയലിൽ നമ്മൾ ഉള്ളിലിട്ട് കഴിഞ്ഞാലും വെയിൽ കൊണ്ടിട്ട് ഉണങ്ങണ ആ ഒരു ഇതുണ്ടാവില്ലല്ലോ ഡ്രസ്സിനൊന്നും. അപ്പോൾ എന്തായാലും ഡ്രസ്സുകളൊക്കെ ഒന്ന് വിരിച്ചിടുക കേട്ടോ. ഇവിടെ പിന്നെ വെയിലാണെങ്കിൽ ഭയങ്കര വെയിലാക്കാം കേട്ടോ, കാരണം മരങ്ങളുടെ തടസ്സവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല വെയിൽ കിട്ടും. അപ്പോൾ തുണികൾ വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി ശരിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിൽ പോകുമ്പോഴത്തേന് പെട്ടെന്ന് വിരിച്ചിടാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ
അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിരിച്ചിടൽ കഴിഞ്ഞിട്ടാണ് ബാക്കി പണികളൊക്കെ അവിടെ കിടക്കണത് കേട്ടോ. അപ്പോൾ മക്കൾ അവിടെ നല്ല കളിയിലാണ്. അപ്പോൾ അവർ കുറുമ്പ് കാണിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും. അതിലിടക്ക് അവളെ കാര്യങ്ങൾ നോക്കണം, അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെയും നമ്മളെ പണികൾക്ക് ഡിലേ വരും. അങ്ങനെ തുണികളൊക്കെ വിരിച്ചിടുക കേട്ടോ. കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു, എത്ര തോരിയിട്ടിട്ടും കഴിയല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ കുട്ടികളുടെ ചെറിയ ഡ്രസ്സൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാട്ടോ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇത്. കാരണം ഒരു ബെഡ്ഷീറ്റിന് തന്നെ ഒരു അയൽ വേണ്ടി വരും. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാട്ടോ നമുക്ക് കുറച്ചും കൂടെ അധികം അലക്കാനുണ്ടാവുക. അങ്ങനെ അലക്കൽ കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസമുള്ള ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ പോലെ കേട്ടോ. കാരണം അലക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അലക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് കിട്ടിയാൽ തന്നെ നമ്മൾ ഒരുവിധം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പോലെ തന്നെ കേട്ടോ. അപ്പോൾ അതാ പിന്നെ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. ഞങ്ങൾ നല്ല മത്തി പൊരിച്ചതും, എൻ്റെ മക്കൾക്ക് കറി വേണ്ട കേട്ടോ. എന്ത് കറിയാണെങ്കിലും അവരൊഴിക്കൂല കേട്ടോ. ഒരു കറി അവർക്ക് ഇഷ്ടമല്ല. അവർ എണ്ണ ഉപ്പിട്ടിട്ട് നമ്മളെന്താ കൂട്ടാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതും കൂട്ടി കഴിക്കും കേട്ടോ. അല്ലാതെ കറി അങ്ങനെ ഒഴിക്കൂല. കറി ഒഴിച്ച് കഴിഞ്ഞാൽ കറി ഒഴിച്ച ഭക്ഷണം അവർ കഴിക്കൂല, അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കുറേ അങ്ങനെ കറി ഒഴിച്ചിട്ട് ശീലിപ്പിക്കാനൊക്കെ നോക്കിയിട്ടോ, പക്ഷെ അതൊന്നും നടക്കണില്ല. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ കറി ഒഴിച്ചാലും ഇല്ലെങ്കിലും അവർ ഭക്ഷണം കഴിക്കലല്ലേ നമുക്ക് പ്രാധാന്യം. അപ്പോൾ എന്തായാലും എണ്ണ ഇപ്പോൾ ഒഴിച്ചിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിലും നല്ലതാണല്ലോ, ഹെൽത്തി ആണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ കേട്ടോ ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഇതാ 4 മണിയായപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുക കേട്ടോ. അവർ ചായ കുടിച്ചോടത്ത് അങ്കാണ് കേട്ടോ. അതൊക്കെ പിക്ചറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പരത്തിയിട്ടിട്ട്